ഷൈനിയുടെ ഭർത്താവിൻ്റെ അമ്മയും സഹോദരിയും ഇന്നലെ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മകൻ നോബി പാപമാണ്, അവനൊന്നും ചെയ്തിട്ടില്ല, അവനൊരു പാവപ്പെട്ട കുഞ്ഞാടാണ്, അവൻ ഒരിക്കലും അവളെ ഒഴിവാക്കിയതല്ല, അവളായിട്ട് ഇറങ്ങിപ്പോയതാണ് എന്നുള്ള തരത്തിൽ ഈ അമ്മയും മകളും വന്നിട്ട് തൻ്റെ വീട്ടുകാരെ എല്ലാവരെയും വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ആരോ പറഞ്ഞു കൊടുത്തൊരു തിരക്കഥ. അതിങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് മുന്നിൽ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ വരെ അത് ഈ ഷൈനിയുടെ അപ്പനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല രീതിയിലുള്ള ഒരു കമൻറ്റും അറ്റാക്കുകളൊക്കെ വന്നിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു എന്താ പറയുക ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു, അതുപോലെ അയാൾക്കൊരു വിഷമമില്ല, മകളും പേരക്കുട്ടികളും മരിച്ചതിൽ യാതൊരുവിധ വിഷമവുമില്ല. അതുമാത്രവുമല്ല ഈ ഷൈനിക്ക് തന്നെ ആ വീട്ടിൽ നിന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ ഇതാണ് അവസ്ഥയെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള തരത്തിൽ ഈ കുഞ്ഞുങ്ങളെ അവിടെ എന്താ പറയുക ഭക്ഷണം കഴിക്കുമ്പോൾ വഴക്ക് പറയും, അതുപോലെ TV കാണുമ്പോൾ വഴക്ക് പറയും. ഇങ്ങനെ ഈ വല്യപ്പാപ്പൻ എന്ന് പറയുന്ന ഷൈനിയുടെ അച്ഛൻ എന്ന് പറയുന്ന ആൾ വളരെ മോശമായിട്ട് പെരുമാറുന്നു എന്ന് എല്ലാ പത്രങ്ങളും അതുപോലെ എല്ലാ ആൾക്കാർക്കും തോന്നിയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ തൻ്റെ മകനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു അവസരം ഇതാണെന്ന് ഈ അമ്മയ്ക്കും മകൾക്കും മനസ്സിലായി, അതുപോലെ അവരുടെ കുടുംബത്തിലുള്ളവർക്കും മനസ്സിലായി. അങ്ങനെ ഇന്നലെ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടിയ ഒരു സംഭവമാണിത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ പാവമാണ്, എൻ്റെ മക്കൾ ഒരു തരത്തിലും അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുക. അതുപോലെ തന്നെ സഹോദരി പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ ചേട്ടായിയാണ് അവളെ പഠിപ്പിച്ചത്, എൻ്റെ ചേട്ടായി അപ്പോഴും ദുബായിലായിരുന്നു വർക്ക് ചെയ്യുന്നത്, എൻ്റെ ചേട്ടായിയാണ് അവരെ പഠിപ്പിച്ചത് എന്നൊക്കെ പറഞ്ഞ സഹോദരി ഭയങ്കരമായിട്ടങ്ങ് നിങ്ങൾ പോയി അന്വേഷിച്ച് നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഈ അമ്മയോട് ചോദിച്ചോട്ടെ, അമ്മേ, കഴിഞ്ഞ 9 മാസമായിട്ട് ഈ സ്ത്രീ അവിടെ ആ വീട്ടിലില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഈ പേരക്കുട്ടികളെ ഒന്ന് പോയി കാണാൻ? അതുമാത്രമല്ല ഈ മരുമകളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് സുഖമാണോ എന്നൊന്ന് അന്വേഷിച്ചോ? അതൊന്നും വേണ്ട, അവരെങ്ങനെയാണ് കഴിയുന്നത് എന്ന് പോലും നിങ്ങൾ അന്വേഷിച്ചോ? നിങ്ങളൊക്കെ ഇവിടെ സ്വർണവും അതുപോലെ ഇതൊക്കെ ഇട്ട് നടക്കുന്നില്ലേ? എന്തെങ്കിലും ഒന്ന് അഴിച്ചിട്ട് ആ മക്കൾക്ക് കഞ്ഞി വേണിച്ച് കൊടുക്കുക, എന്തെങ്കിലും പറഞ്ഞൂടെ? ഇതൊന്നും പറയാതെ അമ്മ ഇപ്പോൾ വന്നിട്ട് പറയുകയാണ്, എൻ്റെ മരുമകളെ അവൻ അടിച്ചിട്ടില്ല, ഇറക്കിയിട്ടില്ല എന്നൊക്കെ. അയൽവാസികളെല്ലാം ഒന്നടങ്കം പറയുന്നുണ്ട് ഈ തള്ളയും അതുപോലെ ഈ വീട്ടുകാരും ശരിയല്ല എന്ന്. കാരണം ഈ തള്ളയുടെ എന്താ പറയുക, ഈ തള്ള തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. ഈ മരുമകളെ തൻ്റെ മകൻ ഇതുപോലെ ഉപദ്രവിക്കുമ്പോൾ അവിടെയുള്ള ഒരു പള്ളിയിലെ അച്ഛൻ നാറിയടക്കം ഇവരെല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ഇതുപോലെ ചിരിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇവരൊന്നും പറയാറില്ല, ഇവരൊന്നും പറയില്ല. ഇവർ ഈ മകനെ പ്രൊട്ടക്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോഴും മകൻ ജയിലിലായി, അഴിയെണ്ണും, ജോലി പോകും എന്നൊക്കെ മനസ്സിലായപ്പോഴാണ് ഈ തള്ള വന്നിട്ട് തനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, എന്നാലും ഞാനൊന്ന് അഭിനയിച്ചോളാം എന്നുള്ള തരത്തിൽ ഈ സ്ത്രീ വന്നിട്ട് പറയുന്നത്. അതായത് ഇവർക്ക് എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട്. ഷൈനിയുടെ വീട്ടുകാർക്കുമുണ്ട്, ഷൈനിയുടെ ഭർത്താവിനുമുണ്ട്, എന്തിനധികം പറയുന്നു ഈ അമ്മക്കും ഉണ്ട്, അതുപോലെ തന്നെ ഈ സഹോദരിക്കും ഉണ്ട്. ഈ സഹോദരിയുടെ ആ വർത്താനത്തിൽ തന്നെ നമുക്കറിയാം അവർക്ക് ഷൈനിയോടുള്ള ഒരു അനിഷ്ടം എത്രത്തോളം ഉണ്ടെന്ന്. അതായത് ഷൈനി അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ഒരു വിഷമം മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനസ്സിലുണ്ട്. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഇവരൊക്കെ ഒരു സ്ത്രീയല്ലേ? അതായത് ഇവർക്കൊക്കെ മക്കളില്ലേ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരാളോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറാൻ കഴിയോ? ഒരു സ്ഥലത്ത് പോലും ജോലി കൊടുക്കാതെ, ജോലി കൊടുക്കുന്ന സ്ഥലത്തു നിന്നൊക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പേരിൽ കേസ് കൊടുക്കുക, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ, എന്തൊക്കെ ഇവരെ ദ്രോഹിക്കാൻ പറ്റും, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടുകാർ 2 പേരും മത്സരിച്ച് ചെയ്തു എന്നുള്ളതാണ്. ഒരുപാട് ദ്രോഹങ്ങൾ ആ സ്ത്രീയോട് ചെയ്തിട്ടുണ്ട്. അവസാനം നമ്മൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ നെഞ്ച് കലങ്ങിപ്പോകുന്ന ഒരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിക്കാൻ പോവുകയാണെന്ന് ആ ഇളയ കുട്ടിക്ക് മനസ്സിലായപ്പോൾ അത് ഓടാൻ നോക്കിയപ്പോൾ അതിനെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. പക്ഷേ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ ചെയ്തതാണ് നല്ലത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളെ എന്താ പറയുക, ഈ യക്ഷികളുണ്ടല്ലോ, ഈ യക്ഷികൾ എല്ലാവരും ചേർന്നിട്ടെന്ന് പറഞ്ഞാൽ അവരുടെ ചോര കുടിച്ചേനെയില്ലെങ്കിൽ ഈ 2 മക്കളുടെ ചോര കുടിച്ചേനെ. കാരണം ഷൈനിയെ കിട്ടാത്തതിൻ്റെ വൈരാഗ്യങ്ങൾ മുഴുവൻ ഈ മക്കളോട് തീർത്തേനെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ ചീറിപ്പാഞ്ഞു വരുന്ന ട്രെയിനിൻ്റെ മുന്നിൽ എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ മക്കളെയും കൊണ്ടിങ്ങനെ നിൽക്കാൻ കഴിയുക എന്ന്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവർ ഇതിലും വലിയ കാര്യങ്ങളാണ് അവരുടെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ നിന്നൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർക്ക് ഇതിൽ കൂടുതൽ എന്തു വേണം? അപ്പോൾ ഈ അമ്മയുടെ വെളുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 വെളുപ്പിക്കൽ തന്നെയാണ്. അമ്മയ്ക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴേ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അമ്മയ്ക്ക് തളർച്ചയൊക്കെ വരുന്നുണ്ട്. അതായത് ഇവിടുന്ന് ഇറക്കി വിട്ടതല്ലേ അമ്മയെ രാത്രി എന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് കേൾക്കുന്നില്ല. അതുപോലെ തന്നെ അമ്മയ്ക്ക് തളർച്ച വരുന്നു, അമ്മയ്ക്ക് പിന്നീട് ഇരിക്കണം. അതായത് ഇവർ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങളൊക്കെ വരുമ്പോഴേ അപ്പോൾ ഇപ്പോഴും കുറേ ആൾക്കാർ, കുറേ ടീമുകൾ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീട്ടുകാർ, നോബിയുടെ വീട്ടുകാർ പാവങ്ങളാണ്, അതുണ്ടാവുമല്ലോ.
കാരണം നോബിയുടെ പിന്നെ അന്നവും ഇതും വാങ്ങിച്ച് നക്കുന്ന കുറേ ടീമുകൾ ഉണ്ടാവുമല്ലോ, അതുപോലെ നോബീൻ്റെ ഉപ്പും ചോറും തിന്ന കുറച്ച് ടീമുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ യജമാന സ്നേഹം കാണിക്കണമല്ലോ, അതാണല്ലോ പട്ടികളുടെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് ഇവിടെയും നടക്കുന്നത്. കുറേ എണ്ണം വന്നിട്ട് ഇപ്പോൾ നോബിയെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ നോബിയുടെ കുടുംബത്തെ വിളിപ്പിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് അവർ പണിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതാണ്, എൻ്റെ മക്കളെ, നിങ്ങൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കുമുള്ള ശിക്ഷ നിങ്ങൾക്ക് അവിടെ കരുതി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരെണ്ണം പോലും അനുഭവിക്കാതെ ഇവിടെ നിന്ന് പോകില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അത്രത്തോളം നികൃഷ്ടമായിട്ട്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമില്ലാത്തവരോ അല്ലെങ്കിൽ പാവപ്പെട്ട ദരിദ്രവാസികളോ ഒന്നുമല്ല, വലിയ വലിയ പ്രമാണി കുടുംബങ്ങൾ, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന സഹോദരങ്ങൾ, ഇവരൊക്കെ ഉണ്ടായിട്ട് പോലും ഒരു സ്ത്രീക്കും 2 കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ആ ഒരു അമ്മ ഇവിടുന്ന് അലഞ്ഞു തിരിയേണ്ടി വന്നു എന്നുള്ളതാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, അവരുടെ ആ ഒരു കഷ്ടകാലം നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്നിട്ട് പിന്നെ അതുപോലെ ഈ അപ്പനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി സ്വന്തം അപ്പനിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അയാൾക്ക് പൈസ കൊടുക്കുന്ന, ഇല്ലെങ്കിൽ അയാൾക്ക് മര്യാദയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളങ്ങൾ അയച്ചു കൊടുക്കുന്ന മക്കളെ തന്നെയാണ്. അഷ്ടിക്ക് വകയില്ലാതെ ഈ ഷൈനിയെ പോലെയുള്ളവരെ അവർക്ക് വേണ്ട, അവർക്കൊരു വിലയുമില്ല എന്നുള്ളതാണ്. പിന്നെ മകളായി പോയില്ലേ, നാട്ടുകാർ പറയില്ലേ എന്ന് ആലോചിച്ചിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ ഇത്ര ദിവസമെങ്കിലും അന്തി ഉറങ്ങിയത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഒരു കാരണവശാലും ഇവറ്റകൾ ഈ പിന്നെ സ്ത്രീയെ സഹായിച്ചിട്ടില്ല. ഇപ്പോഴിവരൊക്കെ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഭയങ്കരമായ കരുതലുകൾ, ഞങ്ങൾ അങ്ങനെ ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്യാമായിരുന്നു. അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ നാട്ടുകാർ ഇവറ്റകൾക്കെതിരെ തിരിഞ്ഞു. ഈ നോബി എന്ന് പറയുന്ന വീട്ടുകാർക്കെതിരെ ഇന്നലെ ഒരുപാട് കമൻറ്റുകൾ ഉണ്ടായിരുന്നു. അതിലൊക്കെ പറയുന്ന ഒരു കാര്യം, ഞാൻ ഇവരുടെ വീട്ടിൻ്റെ അടുത്താണ്, പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്തിട്ടുണ്ട്, ഞങ്ങളൊക്കെ കണ്ടതാണ്. ആ സ്ത്രീയെ ഇവിടുന്ന് അടിച്ചിറക്കി വിടുമ്പോൾ ഈ തള്ള ഇവിടുന്ന് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ തള്ള ഇപ്പോഴും കാണിക്കുന്നത് ഒരു വലിയൊരു അഭിനയം. ആ മകള് പറഞ്ഞിട്ടുണ്ടാകും, അമ്മ ഇങ്ങനെയൊന്ന് അഭിനയിച്ചു നോക്ക്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വരെ ഇതൊരു വലിയ കളങ്കമായിരിക്കും. ഇനി ഇവറ്റകൾ എവിടെ ജോലിക്ക് പോയി കഴിഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും ഇവരുടെ തലമുറകൾ അറിയപ്പെടുന്നത് ആ ഷൈനിയെയും 2 കൊച്ചുങ്ങളെയും കൊന്ന കുടുംബങ്ങൾ അല്ലേ എന്നാണ്. അത് ഇവരുടെ പിന്നെ തലമുറയെ തന്നെ വിടാതെ പിന്നെ എന്താ പറയുക പിടിമുറുക്കിയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാരണവശാലും ഇവറ്റകൾ ഇതിൽ നിന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നുള്ള തരത്തിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഇവിടുന്ന് അനുഭവിച്ചിട്ട് മാത്രമേ പോകത്തുള്ളൂ. ഇപ്പോഴും ഈ ഏറ്റുമാനൂരിൽ തന്നെ ഇവരൊക്കെ തലയിൽ മുണ്ടിട്ടാണ് നടക്കുന്നത്. ഇവരുടെ കുടുംബം എന്ന് പറയാൻ എല്ലാവർക്കും നാണക്കേടാണെന്നാണ് പറയുന്നത്. അത്രത്തോളം നികൃഷ്ടമായ ജീവികൾ, ഇതുപോലെയുള്ള ഈ പിന്നെ പരീക്ഷകളാണ് നമ്മൾ ലോകത്ത് കണ്ടിട്ടില്ല. ഇവറ്റകളൊക്കെ എന്താണെന്നറിയാം, ഈ എന്നാൽ ശവന്തീനികളാണെന്നേ ഞാൻ പറയുള്ളൂ. അത്രത്തോളം പിന്നെ വൃത്തികെട്ട ജന്മങ്ങളാണ് ഈ നോബിയും നോബിയുടെ കുടുംബങ്ങളും ഈ തള്ളയും ഒക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇനിയൊരു ഷൈനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം ഒരു കമൻറ്റ്, ഒരു ലൈക്ക്. നന്ദി, നമസ്കാരം.